ബംഗളൂരുവിൽ ഷോപ്പിംഗ് മാൾ തുടങ്ങാനെന്ന വ്യാജേന 32 കോടി തട്ടിയതായി പരാതി. ചൊക്ലി സ്വദേശിയായ യുവാവിനെതിരെയാണ് പരാതി. 15 പേരിൽ നിന്ന് പണം തട്ടിയെന്നാണ് ആക്ഷേപം. തട്ടിപ്പിനിരയായവർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. പണം തട്ടിയയാളുടെ വീടിന് മുന്നിൽ സമരം നടത്തുമെന്ന് പണം നഷ്ടമായവർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബാംഗ്ലൂരിൽ ഷോപ്പിംഗ് മാൾ തുടങ്ങുമെന്ന് പറഞ്ഞ് വലിയ തട്ടിപ്പാണ് ചൊക്ലി സ്വദേശിയായ യുവാവ് നടത്തിയതെന്ന് ഇരയാക്കപ്പെട്ടവർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മാണിക്കോത്ത് കണ്ടിയിൽ അഫ്സലിനെതിരെയാണ് പരാതി. 3 വർഷം മുമ്പ് അഫ്സൽ ബാംഗ്ലൂരിൽ ഷോപ്പിംഗ് മാൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞാണ് നാട്ടുകാരും സുഹൃത്തുക്കളുമായ ആളുകളെ സമീപിച്ചതെന്നും ഇവർ പറഞ്ഞു. 31 പേരിൽ നിന്നായി ഏതാണ്ട് 32 കോടിയോളം രൂപ ബാംഗ്ലൂരിൽ ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഖത്തറിൽ നിന്നും നാട്ടിൽ നിന്നും പാർട്ണർഷിപ്പ് വ്യവസ്ഥ എന്നുള്ള നിലയിൽ അതിൽ നല്ലൊരു എമൗണ്ട് തിരിച്ചു കിട്ടും എന്നുള്ളൊരു രീതിയിൽ വാടകയായിട്ടും മറ്റുമൊക്കെ ഇവർ ഒരു വിശ്വാസവഞ്ചന ചെയ്തു ഏതാണ്ട് 3 വർഷം മുമ്പ് ഇത് തുടങ്ങിയതാണ്. 15 പേരിൽ നിന്നാണ് 32 കോടിയോളം രൂപ പിരിച്ചെടുത്തത്. തട്ടിപ്പിനിരയായവർ തലശ്ശേരി ACPക്ക് പരാതി നൽകിയിട്ടുണ്ട്. പ്രവാസികളായ നിക്ഷേപകർക്ക് നീതി ലഭിക്കുന്നതിനായി ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചു. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഫ്സലിന്റെ വീടിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അബ്ദുൾ അസീസ്, മുഹമ്മദ് അർഷാദ്, റഫീഖ്, നിസാമുദ്ദീൻ, KK ദുർഗപ്രസാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.